तू इधर रुक, मैं साहब को मिल के आता हूँ। ठीक है। मैं कम इन सर? Yes. Oh, Shafiq, welcome, welcome. थैंक यू सर। जय हिंद सर। Jai Hind. Come on, sit down, Shafiq. थैंक यू सर। I'm very happy for you. कैसा रहा ऑपरेशन? 3 टेररिस्ट को मार कर गया साहब, 8 घंटे की कोशिश में। I already got this message. We are very proud of you. थैंक यू सर। And I have a happy news for you. I recommended you for the Sena Medal of this year. ओह, थैंक यू सर। No. You truly deserve it. Now go and just relax, Shafiq. ओके सर। जय हिंद सर। Jai Hind. ओए बली चले, चल। तू जा यार, क्यों? मेरा माड़ा जा काम है, इत्थे ही हूं मैं। वाहिगुरु। क्वार्टर्स में बुलाएगा? ठीक है। हे रब्बा। अच्छा बेटा। अच्छा, बली सच बता। चंगा फिर। जय हिंद साहब। ഇവിടെ എങ്ങനെ എത്തി? ബഡി എവിടെ? പറഞ്ഞു വിട്ടു. ഓക്കെ, വാ. ഇരിക്കെ. എന്നാലും താൻ എന്ത് ധൈര്യത്തിലാണ് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കയറി പോകുന്നത്? തോന്നി. ഓരോ കാശ്മീരി കാവ് കുടിച്ചാണോ? വാ. താങ്ക് യു. കുടിക്കേ. താന്തോ പേടിച്ചു പോയല്ലേ? എന്തിന്? എനിക്കൊരു കാശ്മീരി ബീവി ഉണ്ടെന്നൊക്കെ കേട്ടപ്പോ. എന്റെ സംശയം മാറ്റാനല്ല, എന്റെ വീട്ടുകാരുടെ സംശയം മാറ്റാനാ ഞാൻ ഈ ഡിസിഷൻ എടുത്തത്. പിന്നെ മലബാറിൽ നിന്നൊരു മുസ്ലിം പെൺകുട്ടി കാശ്മീർ വരെ ഇയാളെ കാണാൻ വരണമെങ്കിൽ എന്റെ ട്രസ്റ്റും സ്നേഹവും മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ
നമ്മളിൽ നമ്മളെന്നെന്നും നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ശിശിരമേ പതിയെ നീ തഴുകവേ എന്നിലകളിൽ പെയ്തു ഞാൻ ആർദ്രമാ നേർനെറുകയിൽ ഞൊടിയിൽ നീ മുകരവേ ഞാൻ വിടരുമേ വാർമയിൽ പീലി പോ ഒരേ ചിറകുമായി ആയിരം ജന്മവും കെടാതുണരണേ നമ്മളിൽ നമ്മളാവോളം നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷീഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എൻ്റെ കൺചിമ്മിടാതെ എൻ ജീവനേ പോ. എന്നെ യാത്രയാക്കാൻ ഷെഫീക്ക് വരണ്ട. അകമേ മാനവിൽ നീഴും വർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിരന്നിൽ നീ എന്നോമലേ ആരുടെ ഫോട്ടോ എടുത്താ ആരേത് ഉണ്ടാക്കിയെന്ന് ഈ കള്ള ഹിമാ റിപ്പോർട്ട് നമ്മളെ കൈമ തന്നത് എന്റെ പോലീസ് മോനെ ഇട്ടിച്ചോന്റെ പൊക്കുകൂടി വാട്ടണം പോടാ അവിടുന്ന് എന്റെ ഷെഫീക്ക് മോനെ ദ്രോഹിക്കാൻ നോക്കിയത് അവരെല്ലാം കൂടി ഈ സ്ത്രീയെ പിടിച്ചത് പൊന്നു പോലീസ് മോനെ ഇവന്മാരെല്ലാം കൂടി ബീഡിനകത്ത് എന്തോ ഓതിട്ട് എന്നെ കൊണ്ട് പഠിപ്പിച്ചതാ പോലീസ് സ്റ്റേഷൻ എനിക്ക് എടാ ദിനേശ തന്റെ മോന്റെ കാര്യം ഞാൻ അന്നേ പറഞ്ഞാലോ മക്കളെ നേരെ ജോലി നടത്താൻ ഒരു പോലീസുകാരനെ പറ്റൂലെങ്കിൽ തനിക്ക് എന്തിനാണ് യൂണിഫോം ഇട്ട് നടക്കുന്നത് എത്ര കൊണ്ടാലും പഠിക്കൂലടാ. ഇവിടെ എങ്ങനെ തത്തുവാലേ ഞാൻ ഉത്തരം പറയൂ ഇപ്പോഴാ സാറേ ഈ ലാത്തി കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായത്. ഇത്തവണ കൂടി നിന്നെയൊക്കെ ഞാൻ വെറുതെ ഇടുക പോയി രക്ഷപ്പെടാൻ നോക്കണ ഇനി ആ കലിങ്ങിന്റെ അവിടെ ഞാൻ കണ്ടല്ലോ പൊക്കോ പൊക്കോ എടുത്തോ നാശങ്ങള് അശോകേ ദാ എനിക്കടാ എനിക്ക് എടി ഈ മാസം 22-ാം തീയതിയാണ് അവന്റെ നിക്കാഹ്. അവന്റെ വാപ്പ വീട്ടിൽ വന്ന് ക്ഷണിച്ചതാ.
ഏതായാലും കല്യാണ പരിപാടിയായിട്ട് അവൻ രാത്രി പള്ളിയിലേക്ക് ഇറങ്ങും. അവിടെ വെച്ച് പണിയാം. അവർ രാത്രി ഇറങ്ങിയില്ലെങ്കിലോ? പോടാ, പള്ളിയിലോട്ട് എന്തായാലും വരും. വന്നില്ലെങ്കിൽ അടുത്ത പണി എന്താന്നേ എനിക്കറിയാം. നമുക്കിത് വല്ല ടീമിനും കൊട്ടേഷൻ കൊടുത്താൽ പോരെ. ഒരു പട്ടാളക്കാരനൊക്കെ പണിയാന്ന് വെച്ചാ അതും അയാളുടെ കല്യാണ തലേന്ന് കയ്യിന്ന് പോണ കേസാ. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും വലിയണമെങ്കിൽ വലിഞ്ഞു. ഇത് ഞാനായിട്ടുള്ള പ്രശ്നം. ഇത് ഞാൻ തന്നെ തീർത്തോളാം. എടാ കോപ്പന്മാരെ, അവൻ വേറെ മൂടില്ല. വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. വാ, അവനൊന്ന് കൂളാക്കാം. നീ ഇങ്ങനെ കലിപ്പാവൂലേ? നോക്കിയിട്ടൊക്കെ ചെയ്യാം. മച്ചാമാരെ, അതെ, അടിച്ചു പൊളിക്കാനുള്ള പൈസ എൻ്റെ ഉണ്ട് ഷോപ്പിലെ. ആതിരപ്പള്ളി വിട്ടാലോ? നമുക്ക് ഒന്നിച്ചു പോവാം, എന്നിട്ട് പൊളിക്കാം, എന്നിട്ട് തലേന്ന് പോകാം. എന്നിട്ട് അവിടെ ആണെങ്കിൽ എൻ്റെ കമ്പനിക്കാരൻ്റെ ഒരു സ്പോട്ടും ഉണ്ട്. വാ പോലെ വാ. ഇവിടെ വാടാ. ഞാനൊരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റ്? അതൊക്കെ ഉണ്ട്. ഞാനും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഏ, അതെന്താ? അതൊക്കെ ഉണ്ട്, നേരിട്ട് കാണുമ്പോൾ തരാം. ആ വാ, ഇക്ക ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാ. നീ വേണം ഇതൊക്കെ നോക്കി നടത്താൻ. എടാ, നീ പോയിട്ട് ആ കുടുംബശ്രീക്കാരോട് ഇങ്ങോട്ട് വരാം. നിങ്ങൾ പോയിട്ട് ആ മെമ്പറുടെ കൂടെ. എടാ, നിങ്ങൾ എടുത്ത് ചാടല്ലേ? എടാ, ഇവന്മാര് പറഞ്ഞ പോലെ കൊട്ടേഷൻ കൊടുത്താ പോരെ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എടാ, ഞാൻ പറയുന്നേക്കടാ. അശോകേ, പോടാ. അശോകേ,
Down! എന്താ അശോക പറയടാ. പറ എന്താന്ന്. മോനെ പറ്റിച്ചല്ലടോ മോനെ മോനെ മോനെ
എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും. നാടിന് വേണ്ടി വയ്യത്തായതാ.
നമുക്ക് നല്ലോണം പോലെ പറഞ്ഞേക്കണ്ടേ? ഒന്നിനൊരു കുറവും വരാൻ പാടില്ല. എല്ലാവരും സ്കൂളിലേക്ക് വരണം കേട്ടോ. സ്കൂളിലേക്ക് ഇന്ന് പറഞ്ഞോളൂ. സ്കൂളിലേക്ക് അംസേ ഇങ്ങോട്ട് വാ. അതിപ്പോ 300 കസേര അങ്ങോട്ടേക്ക് വിടണം. സ്കൂളിലേക്കുള്ള വണ്ടികളൊക്കെ എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സ്കൂളിലേക്കുള്ളതൊക്കെ സ്കൂളിൽ നിന്ന് ആളെല്ലാം വിളിക്കണോ? പയ്യാനിക്കുന്നൊക്കെ ആൾ വരണം. പയ്യാനിക്കുന്ന വരാണ്ട്, കുടിച്ചിരിക്കുന്ന വരാണ്ട്. അതിപ്പോ ഈ പറയാനുള്ളത് ഈ എന്തിനാ അറിയുന്നത്? മയ്യത്തായിപ്പോയി. മെമ്പർ മാ Ma, roiye mat. Your son was a great soldier. He gave his life for our country. We are all proud of him. The whole country is proud of you, Ma. हमारे दिलों में वो हमेशा अमर रहेगा. ഒരു പകൽ പോകയാ തളർന്ന വാനമോ ഒരു കനല വിട പറയുന്നുവോ ഉടഞ്ഞു വീണതീ മിഴിമുകിലോ നെഞ്ചേറ്റുമീ സുരഭില ഭൂവിന അവസാന ശ്വാസമേകി തനിയേ മായും നിതാ ഒരു രണവീര്യമാ തെളിയുന്നു ഉള്ളിൽ മിന്നും തിരിയാ ഒരു പകൽ പോകയാ തളർന്ന വാനമോ ഒരു കനല ഏകന വിട പറയുന്നുവോ ഉടഞ്ഞു വീണതീ മിഴിമുകിലോ നെഞ്ചേറ്റുമീ സുരഭില ബോധിന അവസാന ശ്വാസമേകി തനിയേ മായും നിതാ ഒരു രണവീര്യമാ തെളിയുന്നു ഉള്ളിൽ മിന്നും തിരിയാ ജമ്മുവിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കോഴിക്കോട് എടക്കാട് സ്വദേശി ക്യാപ്റ്റൻ ഷഫീഖ് മുഹമ്മദിന്റെ മൃതദേഹം വള്ളിക്കുന്ന് എടക്കാട് CBHSE സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിയിരിക്കുകയാണ്. 10,000ങ്ങളാണ് ധീരജവാന്റെ മൃതദേഹം ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അവസാനം നടന്ന ഹോട്ടൽ റെസ്ക്യൂ ഓപ്പറേഷനിടയിലാണ് അദ്ദേഹത്തിന് വെടിയേൽക്കുന്നത്. 4 ഇടങ്ങളിലായി നടന്ന തീവ്രവാദി ആക്രമണങ്ങളിൽ ആദ്യത്തെ 3 എണ്ണവും വിജയകരമായി പൂർത്തീകരിക്കുകയും അവസാനം നടന്ന റെസ്ക്യൂ ഓപ്പറേഷനിൽ ക്യാപ്റ്റൻ ഷഫീഖ് മുഹമ്മദിന് വെടിയേൽക്കുകയുമായിരുന്നു. തന്റെ അവസാന ശ്വാസത്തിലും അവസാന തീവ്രവാദിയെ കൂടി വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷമാണ് ഈ ധീരജവാൻ മരണത്തിന് കീഴടങ്ങിയത്. ഖബറടക്കം വൈകിട്ട് 5:30 ഇടക്കാട് ജുമാ മസ്ജിദിൽ വെച്ച് നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. കാൽപതിഞ്ഞ തീരങ്ങൾ നൊന്തുപോയൊരുള്ളം പേറിയോ നിന്റെ കൈവിരൽ തുമ്പിൽ ഒന്നു തൊട്ടിടാൻ വീണ്ടും കാത്തിരുന്നു എന്നും എന്തിനോ വരസൂര്യൻ വാനിൽ നീട്ടും പുഞ്ചിരി ഇരുളാകെ നീക്കും കൈത്തിരി എന്റെ പോയകലെ ഉദയങ്ങൾ വീണ്ടും നീയായി മാറുമോ
ഒരു പകൽ പോകയാ തളർന്ന വാനമോ ഒരു കനല ഏകന വിട പറയുന്നുവോ ഉടഞ്ഞു വീണതീ മിഴിമുഖിലോ കാശ്മീരിലെ ഉധംപൂർ താഴ്വരയിൽ 2017 ആഗസ്റ്റ് 20 നടന്ന ടെററിസ്റ്റ് അറ്റാക്കിൽ രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ക്യാപ്റ്റൻ ഷെഫീഖ് മുഹമ്മദിന് രാഷ്ട്രം പരംവീർ ചക്ര നൽകി ആദരിച്ചു. സ്പെഷ്യൽ കമാൻഡോ ചീഫ് ക്യാപ്റ്റൻ ഷെഫീഖ് മുഹമ്മദിനെ വധിച്ച തീവ്രവാദി സിയ അബ്ദുൾ ഖാന്റെ വധശിക്ഷ നാളെ പുലർച്ചെ 4 മണിക്ക് നടപ്പിലാക്കും. അവസാന ശ്വാസത്തിലും ജന്മനാടിന്റെ സുരക്ഷയ്ക്കായി മുന്നോട്ട് കുതിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ഷെഫീഖ് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് മുന്നിൽ രാഷ്ട്രം കണ്ണീരോടെ ശിരസ് നമിക്കുന്നു. सिपाही अशोक सामने से खेचल All the best. കാവിലെ ഉത്സവത്തിന് നാട്ടിലെത്താൻ അവധി ചോദിച്ചു വാങ്ങുകയായിരുന്നു. പല വഴിക്ക് പിരിഞ്ഞുപോയവർ പിന്നെ കാണുന്നത് അന്നാണ്. എല്ലാവരും ആകെ മാറിപ്പോയി. ഇപ്പോഴാരും കെട്ടിക്കിടക്കുന്ന അഴുക്കുകളല്ല. എടക്കാട് കലിങ്ക് ഞങ്ങൾക്ക് ഷെഫീഖാട് ഓർമ്മകളാണ്. ആ കൂടിച്ചേരലിൽ കലിങ്കിന് ഞങ്ങളൊരു പേരിട്ടു, എടക്കാട് ബറ്റാലിയൻ 06. ആ 6-ാമന് മരണമില്ല.